അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ആരാ, നീ ആരാണെന്ന് ചോദിച്ചു. അങ്ങനെയാണ് വീണ്ടും പുള്ളി പ്രാർത്ഥിച്ച് ഇതിൽ നിന്ന് ഒരു വിടുതല പ്രാപിച്ച. എന്നാൽ ഓർമ്മപ്പെടുത്തി അതിനുശേഷം പുള്ളി കർത്താവിൽ ആശ്രയിക്കുന്നത് കർത്താവ് ചോദിച്ചു, നീ പൗലോസിനേക്കാൾ വലിയ ആളാണെന്ന് ചോദിച്ചു. പക്ഷെ വേറൊരു വിഷയമുണ്ട്. യൊങ്കിച്ചോ എന്ന് പറയുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത്രയും ഇതൊക്കെ ആയിട്ടും പുള്ളിക്ക് പ്രത്യേകിച്ച് നഗളോ സ്വഭാവങ്ങളൊന്നും ഇല്ല. നമ്മളെ പോലെയുള്ളവർക്കൊന്നും അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അല്ല, ഇത് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിലും ചിന്തിക്കണ്ട. കാരണം നമ്മൾ ദൈവത്തിന് പൂർണ്ണമായൊരു മഹത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കാരണം എന്താ വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ ഏറ്റെടുക്കാൻ തക്ക രീതിയിൽ നമ്മൾ താണുപോയാൽ പോലും അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പല പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം അനുവദിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. ഇപ്പോ കർത്താവിന്റെ ദാസനെയും ദാസിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സാക്ഷിയാണ് എന്റെ കാഴ്ചപ്പാടിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഒരു ചെറിയ രോഗം വന്നു കഴിയുമ്പോ ഞാൻ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് ഇതാതുകൊണ്ട് ഞാൻ വയ്യ സുല്ല് പറയാണ് എന്ന് പറയുകയാണെങ്കിൽ പറയാം, ഞാൻ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് ഇതാണ്, ഞങ്ങൾ ഇപ്പോഴും കർത്താവിന്റെ ഇത്ര വർഷമായിട്ട് കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലേ? ഞങ്ങൾ സന്തോഷത്തോടു കൂടി കർത്താവിനെ മഹത്വപ്പെടുന്നു, അനുഗമിക്കുന്നു എന്ന് പറയാം. ഇത് പറയുമ്പോ എന്ത് ചെയ്യും? ആ മനുഷ്യൻ പിന്മാറി പോണ്ട, ഏതായാലും ഇവരിങ്ങനെയാണല്ലോ, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാന്ന് തന്നെ തീരുമാനിക്കും. അല്ല, അങ്ങനെ വന്നു കഴിയുമ്പോ അയ്യോ നീ രക്ഷിക്കപ്പെട്ടിട്ട് നിന്റെ ജീവിതത്തിൽ ഇതൊക്കെയാണോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും നടന്നിട്ട് കാര്യമില്ല. ഇതിങ്ങനെ അനുഗ്രഹമായിട്ടൊക്കെയാണ് ഇത് വരേണ്ടത്. ഇനിയിപ്പോ ഏതായാലും ഇതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും നടന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നേ മറ്റുള്ളവര് ചിലരങ്ങനെ പറയുന്നവര് പോലും ഉണ്ട്. നേരിട്ട് അങ്ങനെ അതിന്റെ എന്നോടങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും അതേ അർത്ഥത്തിൽ സംസാരിക്കണേ നേരിട്ട്. കാരണം രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അനുഗമിച്ചു കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് കിട്ടേണ്ടത്, അല്ലാതെ ഇതല്ല എന്ന് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൈവവചന പ്രകാരം അവര് പറഞ്ഞത് ശരിയല്ല. രക്ഷിക്കപ്പെട്ടവര് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തില് ചരിത്രം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നത് വരെ പുള്ളി ഏറ്റവും ടോപ്പ് ലെവലിലാണ് ജീവിച്ചത്. സ്ഥലത്തെ പ്രധാന പയ്യൻ, നമ്മളെ പറഞ്ഞ പോലെ സ്ഥലത്തെ പ്രധാന പയ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, എല്ലാവരും ബഹുമാനിക്കുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോ നേരെ തിരിച്ചാ, എവിടെ ചെന്നാലും അവമാനം, പട്ടിണി, നിന്ന, പരിഹാസം, പിന്നെ കല്ലേറ്, ഉറക്കവെളുപ്പ്, ഇതൊക്കെയാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിയത്. അവസാനം കിട്ടിയത് എന്താ? ചങ്ങലയോടുകൂടി അകത്ത്, അതിനുശേഷം വാളുകൊണ്ട് കൊല്ലപ്പെട്ടു. ഇതാണ് പൗലോസ് അപ്പോസ്തലന് ലഭിച്ചത്. പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ലഭിച്ചതും ഇത്രയില്ലെങ്കിലും ഏകദേശം ഇതിന്റെ അടുത്തുള്ളായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെ. അതുപോലെ തന്നെ കർത്താവിന്റെ നാമനിമിത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികളെയൊക്കെ ഞാൻ പലപ്പോഴും അതിശയപ്പെട്ടിട്ടുണ്ട്. അവരുടെ സ്വന്തം നാട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ രാജ്യത്ത് വന്ന ഒരു സുവിശേഷവും പറഞ്ഞു, അല്ലേ? അവിടെ സുഖമായിട്ട് ജീവിക്കേണ്ടവര് ഈ പ്രാകൃത രാജ്യത്തിൽ വന്നത് സഹിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടുള്ള കാര്യം. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇത് അവരുടെ ജീവിതത്തിൽ അവർ തയ്യാറായത്? ഏറ്റവും വിലയേറിയത് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വമാണ് അവരുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ നാം നിന്ദിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ രോഗം അനുഭവിക്കുന്നതായ സമയത്ത്, ക്ഷീണം അനുഭവിക്കുന്നതായ സമയത്ത് നാം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, കർത്താവിനെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ദൈവനാമം മഹത്വപ്പെട്ടു. കാരണം ഒരു വ്യക്തിയെ രോഗിയാക്കുവാൻ പിശാചിന് കഴിയും, അല്ലേ? രോഗിയാക്കാൻ പിശാചിന് കഴിയും. പക്ഷെ ആ രോഗത്തിന്റെ നടുവില് കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തണമെങ്കിൽ പിശാച് പരാജയപ്പെട്ടതോടെ. ഇയ്യോബിന്റെ ജീവിതത്തില്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് പരാജയപ്പെട്ടത് അങ്ങനെയാണ്. ഹല്ലേലൂയ. യോബ് പല കാര്യങ്ങളും തന്നെത്താൻ നീതീകരിച്ച് സംസാരിച്ചു എന്നുള്ളതെല്ലാം ശരിയാണെങ്കിലും പുള്ളി നീതിയായിട്ട് ജീവിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. നീതിയായിട്ട് ജീവിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അവിടെ ശത്രു പരാജയപ്പെട്ടു. അതിനേക്കാൾ ഉപരിയായിട്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ യോബ് ദൈവസന്നിധിയിൽ നീതിയുള്ളവനായിരുന്നു എന്ന് വീണ്ടും തെളിയിക്കപ്പെടുവാനിടയായി. അവിടെ യാതൊരു നഷ്ടവും സംഭവിച്ചില്ല, ഒരു നഷ്ടവും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും. ഇതിവിടെ നമ്മൾ വായിച്ചത് ഇത് തന്നെയാണ്. അതിൻ്റെ 9-ാം വാക്യത്തിൽ ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. 8-ാം വാക്യത്തില് ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കും. വീണ് കിടക്കുന്നവരാണ് എങ്കിലും നശിച്ചു പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഴ്ചയുടെ നടുവിലും രോഗത്തിന്റെ നടുവിലും നിന്ദയുടെ നടുവിലും പരിഹാസത്തിന്റെ നടുവിലും കഷ്ടതയുടെ നടുവിലും നഷ്ടത്തിന്റെ നടുവിലും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവമുഖത്തേക്ക് നോക്കുന്നു എന്നുള്ളതാണ്. ആ ഒറ്റ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, ആ ഒറ്റ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മെ ഓർത്ത് സന്തോഷിക്കും. നമ്മെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ദൈവരാജ്യത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടിയതായ ഒരു വ്യക്തിയാണ്. ദൈവരാജ്യത്തിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടിയതായ ഒരു വ്യക്തിയാണ്. കാരണം മർമ്മം വെളിപ്പെട്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വിലയില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ഒരിക്കലും ഭാരപ്പെടില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് ഓർത്ത് ഒരിക്കലും ഭാരപ്പെടില്ല. അതുകൊണ്ട് നമ്മെ ഓർത്ത് കർത്താവ് സന്തോഷിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അവിടെ എല്ലാം ദൈവനാമം മഹത്വപ്പെടും. കർത്താവ് അതിനായിട്ട് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അവസരം നന്നായ ദേവദാസന് ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ അവസരം.